ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. ഞങ്ങളിവിടെ സുഖമായിരിക്കണു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോണാവാല ട്രിപ്പിൻ്റെ തേർഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ടെൻറ്റ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റവും നല്ല മനോഹരമായ എന്താ പറയുക, രാവിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണിത്. രാത്രി നമുക്ക് ടെൻറ്റൊന്നും അങ്ങനെ കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻറ്റ്. ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു, വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. അജുവേട്ടനും അജുവേട്ടാ ഹായ് ഹായ്. ഉറക്കെ പറയൂ സാർ. ഉറക്കല്ലേ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ചുമ്മാ ഒരു ബോട്ടിലിരിക്കട്ടെ, വെറുതെ ഇരിക്കട്ടെ ബോട്ടിൽ. കാൽ വലിക്കുന്നില്ല ഒക്കെ അതുപോലെ ഇടത്തിലെ കൊന്നേരം പ്രശ്നം. എന്നിട്ട് പിന്നെ മുമ്പ് ഉണ്ടായിരുന്നു കൊന്നേരം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നമ്മൾ ആ ബോട്ടിൻ്റെ മുകളിലൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് മേളിലോട്ട് കയറിപ്പോയി ഫ്രഷായി ബ്രഷൊക്കെ ചെയ്ത്, അത്യാവശ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളൊന്ന് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ വാട്ടർ പാർക്കിൽ പോകണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലിപ്പറി ആയിട്ട് നെക്സ്റ്റ് നമ്മുടെ വാട്ടർ പാർക്കായിരുന്നു നമ്മുടെ പ്ലാന്. അപ്പോൾ അത് വെറ്റ് ആൻഡ് ജോയ് എന്ന് പറഞ്ഞൊരു വലിയൊരു വാട്ടർ പാർക്ക് ആൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കും കൂടെ ചേർന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ സ്ലിപ്പറി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ റെഡി ആയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ, എന്തൊക്കെയോ കഥ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ റെഡി ആയി ഇരിക്കുമ്പോഴേക്കും അപ്പുറത്ത് അവർ നമ്മുടെ അമ്പും വില്ലുമില്ലേ, ആർച്ചറി എന്തോ പറയത്തില്ലേ, അമ്പും വില്ലും എന്താ പറയുക, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെസ്സ് ഉണ്ടായിരുന്നു, ക്രിക്കറ്റ്, അങ്ങനെ അമ്പും വില്ലും അങ്ങനത്തെ ഗെയിം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പം അജുവേട്ടനും കണ്ണനും കൂടെ അമ്പും വില്ലും ചെയ്ത് കളിക്കുക, മതലബ് ചെയ്യായിരുന്നു. അപ്പോൾ അജുവേട്ടൻ എൻ്റെ മേലേക്ക് വില്ലെറിയും, കണ്ണൻ അതുപോലെ ഐഷുവിൻ്റെ മേലെ. അങ്ങനെ എന്താ പറയുക, അജുവേട്ടൻ എറിയുമ്പോഴേക്കും അതെൻ്റെ മേലെ തട്ടാതെ ഐഷുവിൻ്റെ മേലെ കൊണ്ടാലോ പറഞ്ഞിട്ട് അവൾ മാറി കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പ്രാവശ്യം നല്ല വമ്പനായിട്ട് ഫ്ലോപ്പായി. പക്ഷെ സെക്കൻഡ് ടൈം നല്ല രീതിയിൽ കറക്റ്റായി അടിക്കുകയും ചെയ്തു കേട്ടോ. കണ്ടോ, കറക്റ്റ് പൊസിഷനിലായിരുന്നു. അങ്ങനെ എന്തായാലും മാനം കാത്തു ഞാൻ. അപ്പോൾ ഇത് അവിടെ ഉള്ള ഏതോ സ്റ്റാഫിൻ്റെ ഒരു കുട്ടിയാണ് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനും ചായക്കും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പം കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള പോലെ. അപ്പോൾ ആ സമയം കൊണ്ട് അജുവേട്ടനും കണ്ണനും അവരൊക്കെ കൂടെ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. നല്ല രസമുള്ള ട്രിപ്പൊക്കെ ആയിരുന്നു. ആദ്യം ഉണ്ട് പുറയിൽ ഫീൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് ആൾക്കാർ നമ്മുടെ ഇവിടെ നമ്മളെ പോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് ഗസ്റ്റുകളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ അതിനിടയ്ക്ക് അജുവേട്ടൻ ഇടയ്ക്ക് ഫോണിൽ ചാർജിൽ വെച്ച കാരണം അത് ചെക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവരോട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ചോദിക്കാനൊക്കെയാണ് പോകുന്നത്. ബിക്കോസ് നമ്മൾ ഇവിടുന്ന് ലേറ്റായാൽ നമുക്ക് വാട്ടർ പാർക്കിൽ പോകാനും ലേറ്റ് ആവും. അങ്ങനെ നമ്മൾ ആ കുട്ടി അവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെറുപ്പം തൊട്ട് കാണുന്നതുകൊണ്ടായിരിക്കാം മേ ബി അതിൻ്റെ അതിൻ്റെ കൂടെ ഇങ്ങനെ അതിൻ്റെ അടുത്ത് എന്തൊക്കെയോ കഥ പറയണു. അത് ആ കുട്ടി പറയണ പോലെ അത് അനുസരിക്കണു. അതുപോലെ തന്നെ നേരത്തെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ആ കുട്ടിയുടെ ശരിക്കും ആ പട്ടി നിന്ന് കഴിഞ്ഞാൽ ആ കുട്ടിയെക്കാട്ടിലും ഹൈറ്റ് ഉണ്ട് കേട്ടോ. വലിയൊരു പട്ടിയായിരുന്നു. ആ കുട്ടിയുടെ മുകളിലേക്കാണ് ആ പട്ടി കയറി കിടക്കേണ്ടത്. ഞാൻ ശരിക്കും പേടിച്ചു പോയി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിത് വെറുതെ ബോട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ബോട്ടിങ് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അതിനെ പറ്റിയിട്ട് ഐഡിയയിൽ നമുക്കങ്ങനെ എടുത്തിട്ട് പോകാനും പറ്റില്ല, ഫുള്ള് വെള്ളമായിരുന്നു ഉള്ളിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ബോട്ടിൻ്റെ മുകളിൽ ഇരുന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ആദ്യം കണ്ണനൊക്കെ കൂടെ വെള്ളം കളയുമായിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവർ. അങ്ങനെ റിസോർട്ടിൽ ഒരു ചേട്ടൻ വന്നു. പുള്ളിക്കാരൻ വന്ന് നമുക്ക് ബോട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി, അതിനുള്ളിൽ ഫുള്ള് വെള്ളമായിരുന്നു പറഞ്ഞല്ലോ. അവർ തുണി കൊണ്ടുവന്ന് ബോട്ടൊക്കെ നമുക്ക് നന്നായി തുടച്ച് വൃത്തിയാക്കി തന്നു കേട്ടോ. നല്ല വൃത്തിയാക്കി ക്ലീനാക്കി തന്നു നമുക്ക്. എന്നിട്ട് നമുക്ക് അതിലെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു തന്ന്, അതുപോലെ തന്നെ നമുക്ക് ആ ബോട്ട് കറക്റ്റ് അവർ എവിടേക്കാണ് ഉള്ളത് വെച്ചാൽ, എവിടേക്കാണ് വേണ്ടത് വെച്ചാൽ അവിടം വരത്തേക്ക് അത് എപ്പോഴും ചെളിയിൽ നിർത്തി തരില്ല അവർ ബോട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെളിയിൽ നിർത്തിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് ബോട്ട് പോവില്ല. പിന്നെ അതിങ്ങനെ ചെളിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് മുന്നോട്ട് എത്ര തന്നെ നമ്മൾ ആഞ്ഞ് ചവിട്ടിയാലും മുന്നോട്ട് പോകാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേ നിർത്തി തരുള്ളൂ. അപ്പം നമ്മൾ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് ചളിയിലൊക്കെ ചവിട്ടി വേണം പോകണമെങ്കിൽ.
അങ്ങനെ ചളിയിലൊക്കെ ചവിട്ടി ചളുവിളുന്നായിട്ടാണ് നമ്മൾ പോയത് കേട്ടോ മുന്നോട്ട്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ബോട്ടിലിരുന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ പെഡൽ ടൈപ്പായിരുന്നു, നമ്മൾ ചവിട്ടി മുന്നോട്ട് പോകുന്ന ടൈപ്പായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ മുന്നോട്ട് ചവിട്ടി കുറച്ച് ദൂരം പോയി. പിന്നെ അവരവിടെ നിന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് അവിടെ നിൽക്കുന്ന ചേട്ടനില്ല, ആ ചേട്ടനായിരുന്നു കേട്ടോ നമുക്ക് ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്ന വൃത്തിയാക്കി തന്ന ചേട്ടൻ. അങ്ങനെ ലൈഫ് ജാക്കറ്റ് തന്നു. ഞങ്ങൾ 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. 4 പേർക്കുള്ളതാണ് ആ ബോട്ട്. പക്ഷേ കുട്ടികളിൽ ഒരാളും കൂടെ ഉണ്ട്. ഐഷു വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ട്രിപ്പിൽ നമുക്ക് നിർത്താമെന്ന് പറഞ്ഞിട്ട് ഐഷു പേടിച്ചിട്ട് വന്നില്ല. അങ്ങനെ നമ്മൾ ഒരു ട്രിപ്പ് അടിച്ചു എല്ലാവരും കൂടെ. അത് കഴിഞ്ഞ് നമ്മൾ എളുപ്പം തിരിച്ചു വന്നു കേട്ടോ. ഒരുപാട് ദൂരം പോകരുതെന്ന് ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വന്ന് നമ്മൾ നമ്മുടെ കാലത്തെ ചേറും ചെളിയൊക്കെ കഴുകിക്കളയാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ വന്നിട്ട് നമ്മൾ കാലൊക്കെ കഴുകിയെടുത്തു കേട്ടോ. അപ്പോൾ ഐഷു എല്ലാം നിരാശകാമിയുടെ കൂട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പേടിയാണ്, വെള്ളം കൊണ്ട് അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പോയി കാലൊക്കെ കഴുകി കുറച്ചേരം അങ്ങടും ഇങ്ങടും കഥയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ നമ്മൾ ശരിയെന്ന് പറഞ്ഞിട്ട് കാലൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എന്നിട്ട് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ പതിയെ പിന്നെ നമ്മൾ എന്താ പറയുക മുന്നോട്ട് പോയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പ്ലീസ്. എന്നാലേ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ മിസ്സാവാതെ. അതുപോലെ തന്നെ ഓൾറെഡി നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പം അതൊക്കെ വലിയൊരു സപ്പോർട്ടാണ് എനിക്ക് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം നിങ്ങളെല്ലാവരും എൻ്റെ ഒരു ഫാമിലി മെമ്പറായി മാറാൻ ആഗ്രഹമുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ എന്താ പറയുക വെള്ളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന 2 താറാവുകൾ. ആ താറാവുകൾ ഞാൻ ഇടയ്ക്ക് വെച്ച് കാണാതായപ്പോൾ ഞാൻ വിചാരിച്ചത് എവിടെ പോയി എന്ന്. പിന്നെ നോക്കുമ്പോഴാണ് മനസ്സിലായത് അവർ ഏറ്റവും കരയുടെ മേളിൽ വന്നിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടി അടുത്തു കൂടെ ഇങ്ങനെ പോയപ്പോൾ ഉണ്ടല്ലോ, സത്യമായിട്ടും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ താറാവ് പറക്കുന്നത് കാണുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ബട്ടാക്ക പൗവയും അതായത് അവലുപ്മാവ്, അതായത് ഇവിടുത്തെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലും അവലുപ്മാവും, അതുപോലെ തന്നെ ചായയും കോഫിയും പിന്നെ മാഗി ന്യൂഡിൽസ് ഇല്ല അതുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഓർമ്മ അതാണ്. കുറച്ച് ദിവസം ആയതുകൊണ്ട് ഞാൻ മറന്നു പോയിട്ടോ. നമ്മുടെ ഡ്രാഫ്റ്റിൽ കിടക്കുന്ന ഡ്രാഫ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണുണ്ടല്ലോ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. നമുക്ക് ഫോൺ മാറ്റാനുള്ള ഒരു സിറ്റുവേഷനും അല്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രാഫ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാത്ത വീഡിയോസ് കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ ഓർത്തു ആദ്യം നമ്മുടെ ഓരോരോ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ പുതിയ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് പഴയ വീഡിയോ ഉണ്ട് അത്രയ്ക്കും കൂടെ ഓർമ്മയില്ല കേട്ടോ. ന്യൂഡിൽസും അതുതന്നെയാണെന്ന് എൻ്റെ വിശ്വാസം. ന്യൂഡിൽസും അതുപോലെ തന്നെ അവലുപ്മാവും ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഇനി നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോവാണ് കേട്ടോ. അതായത് വാട്ടർ പാർക്ക് പ്ലസ് വിത്ത് അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. നമ്മുടെ ഈ മഹാരാഷ്ട്രത്തെ വലിയ എന്താ പറയുക 2 എണ്ണം കണ്ടുണ്ട്. ഒന്ന് ഇമാജിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് വെറ്റ് ആൻഡ് ജോയ് എന്ന് പറഞ്ഞിട്ടും. അതിലത്തെ ഇമാജിക്ക എന്ന് വെച്ചാൽ കുറച്ചും കൂടെ വലിയ വാട്ടർ പാർക്കാണ് ഇത്. എന്നാലും കമ്പാരിറ്റീവ്ലി വലിയ വാട്ടർ പാർക്ക് തന്നെയാണ് കേട്ടോ. ഒരുപാട് റൈഡ്സും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മളെവിടേക്കാണ്? വെറ്റ് ആൻഡ് ജോയ് അല്ലേ? അടുത്ത് വെറ്റ് ആൻഡ് ജോയ് വാട്ടർ പാർക്ക് ആൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ്. അപ്പോൾ ഗൈസ് റെഡി അല്ലേ? അങ്ങനെ നമ്മൾ ഇവിടുന്ന് ട്രിപ്പൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ നല്ല ട്രിപ്പൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിന് മുൻപ് പോയിട്ടുണ്ടായിരുന്ന അതുപോലത്തെ ആ ഒരു ടെൻറ്റിലെ താമസവും അതുപോലെ തന്നെ ആ കഴിഞ്ഞ സ്ഥലത്തുള്ള പോലത്തെ അത്രയ്ക്ക് ഫുഡാണെങ്കിൽ ഒട്ടും കൊള്ളത്തിലായിരുന്നു ഇവിടുത്തെ കേട്ടോ. പക്ഷെ അവിടുത്തെ ഫുഡാണെങ്കിലും അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ആയിരുന്നു നമുക്ക് താമസവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിയാക്കിയിട്ട് എടുത്തിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ ഓരോ തമാശയൊക്കെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു എനർജി നല്ല ക്ഷീണം നല്ലോണം ഉണ്ട് കേട്ടോ എല്ലാവർക്കും ട്രാവലിങ്ങിൻ്റെ. പക്ഷേ എന്നിരുന്നാൽ പോലും അതൊന്നും വെളിയിൽ കാണിക്കാതെ നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ട് പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെറ്റ് ആൻഡ് ജോയ് എത്തി വാട്ടർ പാർക്ക്. ഇവിടെ നല്ല ഉറക്കമാണ്. ഞാൻ കുറച്ച് ഉറങ്ങി എണീറ്റു. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു.
പിന്നെ നമ്മൾ ഓൺ വോയിസ് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, കാറിൽ ഈ പറഞ്ഞ പോലെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്നവർക്ക് അവരുടെ ക്ഷീണം അറിയാതിരിക്കാനും ഉറക്കം വരാതിരിക്കാൻ വേണ്ടി അവർ മ്യൂസിക് വെക്കുമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും അവരെ നമ്മൾ വെക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതുകൊണ്ടാണ് മാക്സിമം ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്നത് കേട്ടോ, വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഉറങ്ങുന്നവരെല്ലാവരും എഴുന്നേറ്റു. പിന്നെ അവസാനം നല്ല രീതിയിൽ പോകുന്ന വഴിയിൽ, അതായത് നമ്മൾ ആ വെറ്റാഞ്ചോട് അവിടെ എത്തുന്ന അവിടുത്തെ വെളിയിലുള്ള കടകളുടെ കാഴ്ചയാണ് കേട്ടോ ഇത്. ഓട്ടോ സ്റ്റാൻഡുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സ് ഇല്ലാത്തവർക്ക് ഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഈ വാട്ടർ ട്യൂബില്ലേ, അതില്ലാത്തവർക്ക് വാട്ടർ ട്യൂബ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഉള്ളിലും ഉണ്ട്, പക്ഷേ എന്നിരുന്നാൽ പോലും ഉള്ളിൽ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും, വെളിയിൽ അത്ര ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ പതുക്കെ ബാഗൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ പതുക്കെ ഫോണെല്ലാം വണ്ടിയിൽ വെച്ചിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. കണ്ണൻ്റെ ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന്ന് അത്യാവശ്യം അവനെടുത്ത കുറച്ച് വീഡിയോസായിട്ടോ ഞാനിതിൽ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ എല്ലാ വീഡിയോസും ഇതിനകത്ത് നമുക്ക് ഉണ്ടാവില്ല, കാരണം നമ്മൾ സ്വയം എടുക്കുന്ന പോലെ അല്ലല്ലോ മറ്റൊരാൾ നമുക്ക് എടുത്തിട്ട് തരുന്ന സമയത്ത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഒരു എൻട്രൻസ് ഇതായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല എൻട്രി ഫീ ഉണ്ട്. ഞങ്ങൾ ഇത്രയും പേർക്ക് തന്നെ ആരൂന് മാത്രം എന്തോ കുറവുണ്ടായിരുന്നു തോന്നുന്നു, ബാക്കി എല്ലാവർക്കും കൂടെ എനിക്ക് തോന്നുന്നു 8,000 റുപ്പീസിന് അങ്ങനെ എങ്ങാണ്ടോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് സ്റ്റാർട്ടിങ് തന്നെ കാണുന്ന സമയത്ത്. അപ്പം ഇതുവരെ പോവാത്തവരാരെങ്കിലും ഇതുപോലെ കറങ്ങാൻ താല്പര്യമുള്ളവരുണ്ട്, അങ്ങനെ പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പോയി നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ പാർക്കിംഗ് എന്ന് പറയണത്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ, വെറ്റാഞ്ചോയിൽ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി പ്ലേസ് ആട്ടോ, നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു പ്ലേസാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു പോകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് കുറച്ച് നടന്ന ശേഷമാണ് മെയിൻ നമ്മുടെ സ്ഥലം വരുന്നത് കേട്ടോ. അതായത് അവിടുത്തെ ആ സ്ഥലങ്ങളൊക്കെ വരുന്നു കേട്ടോ. ഇതൊക്കെ പോകുന്ന സമയത്തുള്ള എൻട്രൻസിലുള്ള ഓരോ കാര്യങ്ങൾ കേട്ടോ, നല്ല രസമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നതിനേക്കാട്ടിലും കൂടുതൽ രാത്രി നമ്മൾ തിരിച്ചു വരുന്ന സമയത്തായിരുന്നു കേട്ടോ അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 10-11 മണിയോടെ അടുത്തിട്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രി 8 മണി എങ്ങാണ്ടോ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. 8-9 മണി ആവാറായിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. ഇത് നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് റൈഡ്സിലൊക്കെ ഒരു പ്രാവശ്യം ഒന്ന് കയറിയിട്ട് നേരെ നമ്മൾ പോയത് റെയിൻ ഡാൻസിനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് റെയിൻ ഡാൻസ് അല്ല, വേവ് ഡാൻസ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതായത് മ്യൂസിക് വെക്കും, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഫ്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അങ്ങനെ അതിൻ്റെ കൂടെ നമുക്ക് ആൾക്കാരെല്ലാവരും കൂടി ഇരുന്ന് ഡാൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഫോൺ ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ എനിക്ക് ആ വേവ് ഡാൻസിൻ്റെ ഒന്നും ഫോട്ടോസ് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് കണ്ട ക്ലിപ്പിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാം കഴിഞ്ഞു വൈകുന്നേരം ആവാറായപ്പോൾ അവിടുന്ന് നമ്മൾ ഇറങ്ങിയ ശേഷം, അതായത് നമ്മുടെ വാട്ടർ പാർക്കിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുള്ള ഒരു ക്ലിപ്പിങ്സ് ആട്ടോ ഇതൊക്കെ. നമ്മൾ ഓരോ ചായയും കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ ഇറങ്ങുന്ന ക്ലിപ്പിങ്സ് ആയിരുന്നു ഇത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓവറോൾ ഒന്ന് എടുത്തോട്ടോ, റൈഡ്സും കാര്യങ്ങളൊക്കെ ഓവറോൾ ഒന്ന് എടുത്തതായിരുന്നു. അല്ലാതെ നമ്മൾ വാട്ടറിൽ പോകുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഫോൺ ഉണ്ടായിരുന്നില്ല, വണ്ടിയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കണ്ണൻ്റെ ഫോണായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇവർ വേറെ റൈഡ്സിൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്കത് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തുള്ളതാണ്. നമ്മൾ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി എന്നിട്ട് നമ്മളിനി വാട്ടർ പാർക്കിൽ നിന്ന് നമ്മൾ പോകാൻ പോകുന്നുണ്ടായിരുന്നത് വേറെ എവിടേക്കായിരുന്നു, അമ്യൂസ്മെൻറ്റ് പാർക്കിലായിരുന്നു കേട്ടോ. അപ്പം അതിന് മുൻപ് നിങ്ങൾ നമ്മുടെ ഷോർട്സിൽ കണ്ടു കാണുമായിരിക്കും ഈ വീഡിയോ എന്ന് വിചാരിക്കണം കേട്ടോ. അതായത് ചൂലയിലുണ്ടാക്കുന്ന ചായയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. തന്തൂരി ചായ ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു ഉണ്ടാക്കണ കാണാനും. അതുപോലെ കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പം എവിടെയെങ്കിലും ഇങ്ങനത്തെ ചായയൊക്കെ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലാണ് മാക്സിമം ഇത് കിട്ടുക തോന്നുന്നു കേട്ടോ. സൗത്ത് ഇന്ത്യയിൽ ഞാനിതുവരെ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല. എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഇത് ഞാനല്ല ആക്ച്വലി പോയിട്ടുണ്ടായിരുന്നത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം അജുവേട്ടനും ആദ്യം കൂടെ പോയിട്ട് അവരൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ചായ ഉണ്ട് വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ചായ ചോദിച്ചാൽ ഒരിക്കലും വേണ്ടെന്ന് നമ്മൾ പറയില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്, ചായ വേണം. കാരണം വെള്ളത്തിലൊക്കെ കളിച്ചപ്പോഴേ ചെവിയും തലയൊക്കെ ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ ഹനുമാൻ്റെ ലങ്കാദഹനം എന്ന് പറഞ്ഞ ഒരു സംഭവമായിരുന്നു കേട്ടോ. അതായത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുക വേണം, നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഹനുമാൻ്റെ ലങ്കാദഹനത്തിനെ പറ്റിയുള്ള സ്റ്റോറി ആയിരുന്നു, ചെറിയൊരു സ്റ്റോറി, ഒരു 20 മിനിറ്റ്സിനൊരു സ്റ്റോറി ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഐഷു? എങ്ങനെയുണ്ട് നമ്മുടെ ട്രിപ്പ്? സൂപ്പർ, എല്ലാവരും നന്നായി എൻജോയ് ചെയ്തല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
എന്തുവരും നമ്മളിപ്പോൾ കണ്ട ഹനുമാൻ്റെ എന്തായിരുന്നു ഹനുമാൻ്റെ ലങ്കാദഹനം അല്ലേ, അത് സൂപ്പറായിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയുക, ബാക്കി കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ, അടിപൊളിയാണ്. എന്തായാലും ബാക്കി നമുക്ക് അജുവേട്ടനും കാണാനും വന്നിട്ട് ചോദിക്കാം എന്താണ് അവരുടെ അഭിപ്രായം എന്ന്, കുട്ടികളോടും ചോദിക്കാം നമുക്ക്. എന്നടാ സൂപ്പറായിരുന്നോ ആരു, எப்படி இருந்தாங்க? சூப்பராக இருந்ததா? என்ஜாய் பண்ணிடுச்சா? സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ചൊന്ന് മിസ്സായിപ്പോയി. ഇത് കൊണ്ട് അടിപൊളിയായിരുന്നു. ഇത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഫുൾ വീഡിയോ ഞാൻ വേറെ എവിടെയോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ആക്ച്വലി അടിപൊളിയായിരുന്നു ഈ സംഭവം. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പോയി ഇങ്ങനെ പതുക്കെ വലിച്ച് മേളിലോട്ട് കയറും. പിന്നെ അവിടുന്ന് ഒറ്റയടിക്ക് താഴോട്ട് ഇറങ്ങി നമ്മുടെ ഉള്ളൊന്ന് കാളിപ്പോകുന്ന രീതിയിലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നന്നായി പേടിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇത് കുട്ടികളുടെ റൈഡൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി എന്തൊക്കെ റൈഡ് ഉണ്ടെന്ന്. എന്നിട്ടും കുറേ റൈഡ് മിസ്സായിട്ടുണ്ട്. കാരണം എല്ലാം നമ്മുടെ വീഡിയോ ലെങ്തി ആവുന്നതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഹനുമാൻ്റെ ലങ്കാദഹനം എന്ന് പറയുന്ന ആ സംഭവം കേട്ടോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു തിയേറ്റർ പോലത്തെ സെയിം തിയേറ്ററിൻ്റെ സെറ്റിങ്സാണ്, തിയേറ്റർ തന്നെയാണ്. അങ്ങനെ തിയേറ്ററിൽ പോയിട്ട് തിയേറ്ററിനകത്ത് നമ്മൾ മൂവി കാണുന്ന പോലെ, പക്ഷേ അതിനകത്ത് ആ കാണുന്ന രീതിയിൽ ഹനുമാൻ്റെ മേളിൽ കൂടെ നമ്മൾ ആകാശത്ത് കൂടെ സഞ്ചരിക്കുന്ന ക്ലിപ്പ് വരുമ്പോൾ നമ്മൾ സീറ്റിലിരുന്ന് കുലുങ്ങും. അതുപോലെ തന്നെ ചില സീനുകൾ വരുമ്പം വാട്ടർ സ്പ്രേ ആവും സീറ്റിൻ്റെ പുറകിൽ നിന്ന്, വേറെ ഫ്രണ്ടിലത്തെ സീറ്റിൻ്റെ പുറകിൽ നിന്ന്. പിന്നെ സീറ്റ് അതിങ്ങനെ പറന്നുപോയി ഇങ്ങനെ ഹനുമാൻ ഇങ്ങനെ മേളിൽ നിന്ന് താഴെ ചാടുന്ന സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ സീറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങും. യുദ്ധം വരുമ്പോൾ നമ്മൾ കുലുങ്ങും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക, ചാട്ടവാറടിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ഫീൽ, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം. അത് ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ സംഭവം കേട്ടോ. ഇതിങ്ങനെ കേട്ടോ പതുക്കെ വലിച്ച് നീങ്ങുന്ന പോലെ മേളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരു ഇറക്കം, പിന്നെ അങ്ങനെ പതുക്കെ ഇങ്ങനെ പിന്നെ ഒരു കയറ്റം, പിന്നെ ഒരു ഇറക്കം. ഇതാണ്ട് ഈ ഇറങ്ങുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ എത്ര ധൈര്യമുള്ള ആളുടെയും ഉള്ളൊന്ന് കത്തിപ്പോകും കേട്ടോ. അത്രയ്ക്ക് പേടി വരും നമുക്ക്. കുത്തനെ സ്പീഡിൽ വരുന്നൊരു ഇറക്കമാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞിട്ടല്ലോ, ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി വലിയ കാര്യത്തിൽ വന്നിട്ട് നനയും വേണ്ടി ഞാൻ പോണില്ല പറഞ്ഞ ആളാണ്. ഇവർ നിർബന്ധിച്ച് എന്നെ കയറ്റിയതാണ്. പക്ഷെ നന്നായിട്ട് നനഞ്ഞു കേട്ടോ. ആ വെള്ളത്തിലേ നമ്മൾ വന്നിട്ട് ഇറങ്ങുന്നത് തന്നെ ഫുള്ള് വെള്ളത്തിലാണ്. ആ തെറിച്ച് ഫുള്ള് വെള്ളമായിരുന്നു. അങ്ങനെ ഇത് കൊച്ചുങ്ങളുടെ റൈഡ്, അങ്ങനെ കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു. ഇത് ഊഞ്ഞാൽ പോലെ കണ്ടു കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് തല ഇറങ്ങി പോട്ടെ. ഇത്രയും സ്പീഡില്ല, പക്ഷേ എന്നിരുന്നാൽ പോലും എന്താ പറയുക, നമ്മൾ സ്പീഡ് കൂട്ടിയോണ്ടാണ്. പക്ഷേ അത് കണ്ടോ, നെക്സ്റ്റ് ഈ ഒരു റൈഡ് കാണുന്നുണ്ടോ, ഇതിൽ ഞങ്ങൾ കയറിയിട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ, ആ നേരത്തെ ഞാൻ കാണിച്ചതിനെക്കാട്ടിലും കൂടുതൽ ഒന്ന് നല്ലോണം പേടിച്ചൊരു റൈഡായിരുന്നു ഇത്. മേളിലേക്ക് പോവും, പെട്ടെന്ന് താഴോട്ട് വരും, പിന്നെ മേളിലോട്ട് പോവും, പെട്ടെന്ന് താഴെ വരും. ഭയങ്കര ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമുക്ക് കാറിൽ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിൽ ഒരിക്കൽ നമ്മൾ ചെയ്യാൻ നോക്കി പോയിട്ട്, പക്ഷെ നല്ല തിരക്കായി നമ്മൾ തിരിച്ചു പോയി. പിന്നെ മറ്റു റൈഡുകൾ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ട് പോയി. എന്നിട്ടും നമുക്ക് സാധിച്ചില്ലായിരുന്നു കയറാൻ. അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നന്നായിട്ട് പേടിച്ചു എന്ന് പറഞ്ഞാൽ മേളിലേക്ക് താഴത്തേക്കും സ്പീഡിലും താഴോട്ട് മേളിലോട്ട് പോകുന്ന സംഭവം സെയിം അതിൻ്റെ കുട്ടികളുടെ വേർഷനായിരുന്നു കേട്ടോ. ഇത് ചിൽഡ്രൻസിൻ്റെ വേർഷനായിട്ടുള്ളൊരു സംഭവമായിരുന്നു ഇത്. അതിൽ കുട്ടികൾക്ക് അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഒരു വേർഷനായിരുന്നു ഇത്. പിന്നെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റുമായിരുന്നു. ഞാനും ഐഷു ഒഴികെ എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. അജുവേട്ടനും കുട്ടികളും കണ്ണനും ഒക്കെ. പിന്നെ നൈറ്റായി, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കാറിൻ്റെ അവിടെ പോയപ്പോഴേക്കും ഒത്തിരി ലേറ്റായി, മഴച്ചാറാൻ തുടങ്ങി. കാറിൻ്റെ അവിടെ എന്നിട്ടും തിരക്ക് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു പോയി കേട്ടോ. വീണ്ടും വേറെയും കുറേ റൈഡ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇറങ്ങിയപ്പോൾ തന്നെ 8-9 മണി ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ നിന്ന് ഒത്തിരി ദൂരമുണ്ട്. ഞങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോൾ രാവിലെ 6-7 മണിക്ക് നമ്മൾ സൂറത്തിൽ തന്നെ എത്തുന്ന സമയം കാണിച്ചിട്ടുണ്ടായിരുന്നു. സൂറത്തിൽ പോയിട്ട് വേണമായിരുന്നു നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൻ്റെ മോളുടെ കയ്യിൽ പൂച്ച മന്തിയതിനെ പറ്റിയിട്ട്. അപ്പോൾ വാക്സിൻ എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ സ്ഥിരം അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ആയതുകൊണ്ട് തന്നെ, ഡോക്ടർ അവിടെ ആയതുകൊണ്ട് അവിടെ കാണിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധം പിടിച്ചിട്ട് അവിടെ പോയി കാണിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫുഡ് കഴിക്കാൻ നമുക്ക് പിന്നെ വണ്ടി ഓടിക്കുന്നവർ ലൈറ്റ് ഫുഡും ബാക്കിയുള്ളവർക്ക് കുട്ടികളൊക്കെ വയർ നിറച്ച് കഴിച്ചു അവർ കിടന്ന് ഉറങ്ങിക്കൊള്ളുമല്ലോ എന്നൊരു വിചാരം കൺസെപ്റ്റ് കാരണം നമ്മൾ മെയിൻ റോഡിലേക്ക് ഹൈവേയിൽ എത്തിയോടെ നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. നല്ലൊരു റെസ്റ്റോറൻറ്റൊക്കെ ആയിരുന്നു. ഇങ്ങനെ ലൈവ് മ്യൂസിക് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ഗസൽ പോലെ. അങ്ങനെ ഒരു കിണറൊക്കെ കണ്ടുകിട്ടും നമ്മുടെ നാടൻ സ്റ്റൈലിൽ. അങ്ങനെ നമ്മൾ വന്നു, അങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുത്തു. നമ്മൾ കുറേ സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ സംഭവങ്ങൾ എന്ന് വെച്ചാൽ
അങ്ങനെ ഒരുപാടല്ല സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. കാരണം എല്ലാവരും മഴയത്ത് തണുത്ത ഇതായിരുന്നു കേട്ടോ അവിടുത്തെ ടാഗ് നമ്മുടെ കയ്യിലേക്ക് തരുന്ന വെറ്റ് ആൻഡ് ജോയുടെ. ഞങ്ങളെല്ലാം ഊരി കണ്ണം മാത്രം ഊരിയുണ്ട്. അത് കണ്ടോ, ഞങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചുകൊണ്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവൻ ഇരുന്ന് ഉറങ്ങുമായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ ചുമ്മാ അവനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. പക്ഷെ കാണിച്ചൊന്നും കൊടുത്തില്ല, മറന്നുപോയി. പക്ഷെ അങ്ങനെ എടുത്തിട്ടുണ്ടോ മഷ്റൂമിൻ്റെ സൂപ്പായിരുന്നു, ക്രീം മഷ്റൂം സൂപ്പായിരുന്നു. അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു, ചെറിയൊരു മധുരമൊക്കെ ആയിട്ട്. പിന്നെ അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണി, പിന്നെ കുട്ടികൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സെഷ്വാൻ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ ഞാനും ഐഷു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ പ്രോൺസ് ബിരിയാണി ആയിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ അടിച്ച് പൊളിച്ച് നമ്മൾ കഴിച്ചു, എല്ലാവരും ഷെയർ ചെയ്തിട്ട്. അങ്ങനെ പിന്നെ പതുക്കെ നമ്മൾ ഇവിടുന്ന് നല്ലോണം എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ വെളിയിലോട്ട് പോയി. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു യാത്ര. അങ്ങനെ കണ്ണനും അതുപോലെ തന്നെ അജുവിനും മറിഞ്ഞുകൊണ്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഒരു ആനിവേഴ്സറി ഫംഗ്ഷൻ എങ്ങാണ്ട് ഉണ്ടായിരുന്നു, അതിനെ അവർ ഡെക്കറേറ്റ് ചെയ്തതായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടുന്ന് അവിടെ എത്തുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കേട്ടോ. പിന്നെ എനിക്ക് അത് കഴിഞ്ഞ് വയറ്റുവേദനയും ഛർദിയും പനിയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കുറച്ച് ദിവസം കഷ്ടപ്പെട്ടു, നന്നായിട്ട് അസിഡിറ്റിയുടെ പ്രശ്നമായിട്ട്. അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് കാണുന്നതെങ്കിൽ ടാറ്റ ബൈ, സീ യു. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരരുത്. ബൈ.